പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു റൂം ഇതുപോലെ ഒന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഒരു മിനി മേക്ക് ഓവർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു റൂമിൽ ഒരു ആണി അടിക്കുക എന്നുള്ളതാണ്. സ്വന്തമായിട്ടുള്ള ടൂളല്ല, ഈ ആയുധം വെച്ചിട്ടുള്ള ആദ്യത്തെ പരിപാടിയാണ്. വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടൻ്റെ വാങ്ങിയിട്ടാണ് ഈ പരിപാടി തുടങ്ങിയത്. അടുത്തതായിട്ട് ഇങ്ങനെയൊരു കമ്പ് എടുത്തിട്ട് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. വീടിൻ്റെ അടുത്ത് മരം മുറിച്ചിട്ടുള്ള പുളിയൻ്റെ കൊമ്പാണിത്. ഒരുപാട് വലിയ കഷ്ണങ്ങളുള്ളതിൽ നിന്ന് ചെറിയൊരു കഷ്ണം ഞാൻ തപ്പി പിടിച്ചെടുത്തതാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആ റൂമിൻ്റെ രണ്ടാമത്തെ മേക്ക് ഓവറാണ്. ആദ്യം തന്നെ ഞാനൊന്ന് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ഫ്ലോപ്പായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ഫോട്ടോസും എന്നാൽ വലിയ കമ്പും വെച്ചിട്ടായിരുന്നു ചെയ്തത്. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിൻ്റെ മേക്ക് ഓവറാണ് എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് മെൻഷൻ ചെയ്യുന്നത്. അവൾക്ക് വലിയ ആഗ്രഹമായിരുന്നു റൂം ഒന്ന് ഒരു എസ്തെറ്റിക് ലുക്ക് കൊണ്ടുവരണമെന്ന്. പക്ഷേ അത്രയ്ക്കൊന്നും ആയിട്ടില്ലെങ്കിലും ഏകദേശം കഴിയുന്ന വിധത്തിൽ ഞങ്ങൾക്കൊന്ന് മെനയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ കമ്പിൽ അടുത്തതായിട്ട് ഞങ്ങൾ ഈ ചാക്കൂൽ, ഇതിന് എന്താണ് പറയുകയെന്നറിയില്ല, ഞങ്ങളിവിടെ ചാക്കൂൽ എന്നാണ് പറയുക. ചാക്കൂലിനെയും കാട്ടി കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ളൊരു വേഷൻ അത് മൊത്തമായിട്ടൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. മൊത്തമായിട്ടല്ല, കുറച്ച് ഭാഗങ്ങളിലേ ചുറ്റുന്നുള്ളൂ. കാരണം ഈ കാണുന്ന ഒരു നൂല് മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അത് മൊത്തമായിട്ട് ചുറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ള പണിക്ക് വീണ്ടും വാങ്ങേണ്ടി വരും. അതിന് മാത്രമുള്ള ബജറ്റൊന്നും കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ ചെറിയ ഭാഗങ്ങളിലൊക്കെ ഒന്ന് ചുറ്റി കൊടുത്ത് ഗ്ലൂ ഗണ്ണ് വെച്ചൊന്ന് നല്ലോണം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്നൊരു പിരി കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ടാണ് ഇത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത ഫോട്ടോയിലോട്ടുള്ള പരിപാടി നോക്കുന്നത്. ഇതാണെങ്കിൽ കുറച്ച് കാലം മുമ്പ് എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ്. പക്ഷേ പോസ്റ്റ് ചെയ്യാനും ഡബ് ചെയ്യാനുള്ള മടി കാരണം വീണ്ടും മാറി ഇപ്പോഴാണിത് പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടുന്നത്. അടുത്തതെന്ന് പറയുന്നത് ആ ചാക്കൂൽ അഥവാ ആ ത്രെഡ് ഒന്ന് രണ്ടാക്കി മടക്കിയിട്ട് ഇതുപോലെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഫോട്ടോ ഹാങ് ചെയ്യാൻ പോകുന്നത്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ലൈറ്റാണ്. ലൈറ്റ് ഒരു 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അവളുടെ ബർത്ത്ഡേൻ്റെ സമയത്ത് ഒരു സർപ്രൈസിങ് ആയിട്ട് ഞാൻ കുറച്ച് പോളോറൈഡ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസിസിലാണ് ഇങ്ങനെ ഒരു മേക്ക് ഓവർ വീഡിയോ ഇപ്പോൾ ചെയ്യാൻ നോക്കുന്നത്. അതിനുശേഷം വീണ്ടും പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഫോട്ടോസ് ആഡ് ചെയ്തിട്ട് കുറേ ഒരു കളർഫുൾ ആയിട്ടുള്ള തീം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതോ ഒരു സിനിമയിൽ ആരോ ഒന്ന് പറഞ്ഞ മാതിരി കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കണം. ഇവളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇതുപോലെ ഒന്ന് മേക്ക് ഓവർ ചെയ്യണമെന്ന്. കുറച്ച് ഫോട്ടോസ് വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾ ആ റൂമിൽ സെറ്റ് ചെയ്തതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ ഈ ലൈറ്റ് ഒന്ന് വെച്ച് കൊടുത്തു. കുറച്ച് പണിവെട്ട പണിയായിരുന്നു ഇത് കേട്ടോ. കാരണം ലൈറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ഫോട്ടോ കാണൂല, ഫോട്ടോ സെറ്റ് ചെയ്യുമ്പോൾ ലൈറ്റ് കാണൂല എന്നുള്ള മട്ടത്തിലായിരുന്നു. വേറെ ആണെങ്കിൽ അവളുടെ ആൻറ്റിയുടെ മോനും ഉണ്ടായതുകൊണ്ട് അവനൊരു കണക്കിന് ആ പണിയെടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എങ്ങനെയൊക്കെയോ ഞങ്ങൾ ചെയ്ത് ഒപ്പിച്ചതാണ്. നല്ല ഫോട്ടോസുകളാണ് ഇതിൽ ഹാങ് ചെയ്തിട്ടുള്ളത്. ഒരു വിധത്തിലല്ല ഈ പണി തീർത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. താങ്ക്